മാന്ത്രിക പൂച്ച. ചന്ദൻപൂർ ഗ്രാമത്തിൽ രേണു ഒരു ചെറിയ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. ആ വീട്ടിൽ അവളുടെ അച്ഛൻ, പിന്നെ അവളുടെ ചെറിയമ്മയുടെ മകൾ മിതാലയും ഉണ്ടായിരുന്നു. ചെറിയമ്മ അതുകൊണ്ട് അവരുടെ മകളും ചെറിയമ്മയും അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം രേണു സഹിച്ചേ പറ്റുള്ളൂ. ഒരു ദിവസം രേണു സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ അവളുടെ കണ്ണ് ചെളിയിൽ പെട്ടുപോയ ഒരു പൂച്ചയെ അവൾ കണ്ടു. രേണു ആ പൂച്ചയെ രക്ഷിച്ച് അവളുടെ കർച്ചീഫ് കൊണ്ട് ആ പൂച്ചയെ നന്നായി തുടച്ച് അതിന് ഉമ്മ കൊടുത്ത് കൊഞ്ചിച്ചു. ഇവിടെ നോക്കൂ പൂച്ചക്കുട്ടി, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്നെ എന്റെ കൂടെ തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ ചെറിയമ്മയും മകളുമുണ്ട്. നിന്നെ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞവൾ ഒരുപാട് വിഷമിച്ച് ആ പൂച്ചക്കുട്ടിയെ അവിടെ തന്നെ വിട്ടു. പക്ഷെ ആ പൂച്ചക്കുട്ടി അതിന്റെ വീട്ടിൽ പോകാതെ രേണുവിന്റെ പുറകെ അവളുടെ വീട് വരെ വന്നു. എന്താ ചെയ്തേ നീയേ? എന്താ തുണിയാക്കി ചേറ്? ആദ്യം ഈ തുണി പോയി കഴുക്, പിന്നെ നിനക്ക് ഭക്ഷണം കിട്ടും, മനസ്സിലായോ? രേണു ഉടനെ തുണി അലക്കാനായി അവിടെ നിന്ന് പോയി. പൂച്ച ആരും അറിയാതെ ദിവസം മുഴുവനും നോക്കി. എങ്ങനെയാണ് രേണുവിന്റെ ചെറിയമ്മയും മകളും അവളെ കഷ്ടപ്പെടുത്തുന്നേ, അവളോട് പണികളൊക്കെ ചെയ്യാൻ പറയുന്നേ എന്ന്. അടുത്ത ദിവസം തൊട്ട് ആ പൂച്ച അതിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിക്കാൻ തുടങ്ങി. രേണു അവളുടെ മുറിയിലിരിക്കുമ്പോൾ മിതാലി അവളുടെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു, വേഗം വീടൊക്കെ അടിച്ചു വരിയിട്ട് ടെറസിൽ പോയി ക്ലീൻ ചെയ്തിട്ട് വാ. ആ കബോർഡിനടുത്ത് നിന്ന് പൂച്ച എല്ലാം കേട്ടുകൊണ്ടിരുന്നു. അത് രേണുവിന് മുന്നേ ടെറസിൽ ചെന്നു. ടെറസ് വൃത്തിയാക്കാമെന്ന് ചൂല് എടുത്തുകൊണ്ട് രേണു ടെറസിൽ വന്ന് നോക്കിയുടനെ അവളുടെ ചൂല് കാറ്റിൽ പറന്ന് അത് സ്വയം തന്നെ അടിച്ചു വരാൻ തുടങ്ങി. അത് കണ്ട് രേണു ഒരുപാട് സന്തോഷപ്പെട്ടു. അത് കഴിഞ്ഞ് അവൾ അവളുടെ മുറിയിലെത്തി. രേണു അവളുടെ മുറിയിലിരുന്ന് ഇന്ന് അവൾക്ക് സംഭവിച്ചതെല്ലാം ഒരു മാജിക് പോലെയുണ്ടെന്ന് ചിന്തിച്ചു. ടെറസ് എങ്ങനെ തന്നെ ക്ലീനായി? അങ്ങനെ അവൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കബോർഡിലുള്ള മാജിക് പൂച്ച അവളുടെ അടുത്തേക്ക് വന്നു. രേണു അതിനെ കണ്ടതും സന്തോഷിച്ചു. ആഹാ, ഇത് ആ പൂച്ചയല്ലേ? ഞാൻ ചെളിയിൽ നിന്ന് രക്ഷപ്പെടുത്തില്ല ആ പൂച്ച. ഞാനൊന്നും സാധാരണ പൂച്ചയല്ല, ഞാൻ ഒരു മാജിക് പൂച്ച. അന്ന് നീ പറഞ്ഞില്ലേ നിന്റെ ചെറിയമ്മയും അനിയത്തി നിന്നെ കഷ്ടപ്പെടുത്തുമെന്ന്? അപ്പൊ എനിക്ക് മനസ്സിലായി അവർ വീണ്ടും നിന്നെ ശല്യപ്പെടുത്തുമെന്ന്. അതുകൊണ്ടാ നിന്റെ ഒപ്പം ഞാൻ വീട്ടിലേക്ക് വന്നത്. പിന്നെ നിനക്ക് ചുറ്റും ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ ഞാനാണ് എന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ചെയ്തത്. പൂച്ച സംസാരിക്കുന്നത് കണ്ട് രേണു സന്തോഷിച്ചു. അപ്പ പറഞ്ഞു, ആ പൂച്ചേ, നിനക്ക് സംസാരിക്കാൻ കഴിയുമോ? നീ നോക്കിക്കോ, അവരെ ഞാൻ എങ്ങനെ ശരിയാക്കും എന്ന്. മിയാവ്. അവർക്കതിൽ ഒന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ഇല്ല രേണു, അവർക്കൊന്നും സംഭവിക്കരുതെന്ന് വിചാരിക്കുന്ന എനിക്കറിയാം. അവർക്ക് ഒരു പാഠം നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. അത് കേട്ട് രേണു ആ പൂച്ചയെ മടിയിലിരുത്തി കൊഞ്ചിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ പൂച്ചയോടൊപ്പം ആ ബെഡിൽ കിടന്ന് ഉറങ്ങി. സ്കൂള് കഴിഞ്ഞ് അവൾ അടുത്ത ദിവസം വീട്ടിൽ വന്നപ്പോൾ മിതാലിയും അമ്മയും രണ്ടുപേരും വളരെ ദേഷ്യത്തിൽ അവളുടെ മുറിയിലേക്ക് വന്നു. രേണു, പോപ്പോ, വേഗം എന്റെ മുറിയൊക്കെ വൃത്തിയാക്ക്. ഞാൻ ഇപ്പോഴും സ്കൂളിൽ നിന്ന് വന്നേ, പിന്നെ ചെയ്യാട്ടോ. നീ ഇപ്പൊ തന്നെ ചെയ്യണം. അപ്പ അവർ രണ്ടുപേരുടെ നോട്ടം താഴെയുള്ള പൂച്ചയിലേക്ക് പോയി. നീ എന്നോട് പെർമിഷൻ ചോദിക്കാതെ ഇവിടെ പൂച്ചയെ വളർത്തുന്നു. ഇനി 1 മണിക്കൂർ കൊണ്ട് ഈ പൂച്ച ഇവിടുന്ന് പുറത്തു പോണം, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ ചെറിയമ്മ പുറത്തേക്ക് പോയി ഒരു ചൂല് കൊണ്ടുവന്നു. എന്നാ ചൂല് പിടിക്ക്, പണി തുടങ്ങ്. ചെറിയമ്മ പറഞ്ഞത് കേട്ട് രേണു ആ ചൂല് വാങ്ങിക്കാൻ പോകുമ്പോൾ പൂച്ച അതിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചു. അവൾ തന്നെ അവളുടെ മകൾ മിതാലിയെ ചൂല് കൊണ്ടടിക്കാൻ തുടങ്ങി. അമ്മേ, അമ്മേ, നിങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അവളുടെ അമ്മയും അത് നിർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, അയ്യോ ഇല്ല മോളെ, ഞാൻ വേണം വെച്ചൊന്നും ചെയ്തില്ല മോളെ. രേണു ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പൂച്ചയെ നോക്കി അവൾ ചിരിക്കാനും തുടങ്ങി. രാത്രി രേണുവിന്റെ അച്ഛൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മകൾ രണ്ടുപേരും ദേഷ്യത്തിൽ രേണുവിന്റെ മുറിയിൽ ചെന്നു. നന്നായി ഉറങ്ങുന്നോടി, എനിക്ക് ഇന്ന് നിന്നെ വിടാൻ പോകുന്നില്ല. അവരുടെ ശബ്ദം കേട്ട് എണീറ്റ് അവരോട് ചോദിച്ചു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു ചെറിയമ്മേ? ദിവസം കൂടുന്തോറും പണിയെടുക്കുന്നില്ല, ഇന്ന് വീട് വൃത്തിയാക്കിയോ? അപ്പൊ രേണുവിന്റെ നോട്ടം ആ പൂച്ചയിൽ പോയി. ആ പൂച്ച ആരുമറിയാതെ കട്ടിലിന്റെ അടിയിൽ ഒളിച്ച് അതിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചു. നിങ്ങൾ രണ്ടുപേരും എന്റെ മകളെ കൊല്ലാൻ വന്നോ? പൂച്ച ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിച്ചതും അമ്മയും മകൾ രണ്ടുപേരും പേടിച്ചുപോയി. അവർക്ക് ആ ശബ്ദം എവിടുന്ന് വന്നു എന്നേ മനസ്സിലായില്ല. ആരാ നീ? ഞാൻ രേണുവിന്റെ അമ്മയുടെ ആത്മാവാണ്. എന്റെ മകളെ നിങ്ങൾ എത്ര പണിയെടുപ്പിക്കും? എന്റെ മകളെ എന്തിനെത്ര കഷ്ടപ്പെടുത്തുന്നേ? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. അത് കേട്ട് രണ്ടുപേരും പേടിച്ചു അമ്മ പറഞ്ഞു, ഇല്ല, ചെയ്യില്ല. നിങ്ങളുടെ മകളെ ഞങ്ങൾ കഷ്ടപ്പെടുത്തുകയില്ല. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കൂ.
രേണു ഇരുന്ന് ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു, കൈയടിച്ചുകൊണ്ടും ഇരുന്നു. ശരി, ഇന്നു മുതൽ വീട്ടിലെ പണികൾ നിങ്ങൾ രണ്ടുപേരും വേണം ചെയ്യാൻ. ആരെങ്കിലും രേണുവിനെ ശല്യപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ഇല്ല, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നാളെ മുതൽ അടിച്ചു വരുന്നതും പാത്രം കഴുകുന്നതും മിതാലി നോക്കിക്കോളും. വീട് വൃത്തിയാക്കുന്നതും ഞാൻ നോക്കിക്കോളാം. രേണുവിനോട് ഒരു പണി ഞങ്ങൾ ചെയ്യിപ്പിക്കില്ല. ശരി, ഞാൻ പുറപ്പെടുന്നു. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും ചെയ്തില്ലെങ്കിൽ ഞാൻ വീണ്ടും ഇവിടേക്ക് വരും. അത് പറഞ്ഞ പൂച്ച മിണ്ടാതെ നിന്നു. രേണു അവർ രണ്ടുപേരെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ ഉറങ്ങേണ്ട സമയം നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകുമോ? അത് കേട്ടതും രണ്ടുപേരും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് കട്ടിലിനടിയിൽ ആ പൂച്ചക്കുട്ടി പുറത്തേക്ക് വന്നു. അത് രേണുവിന്റെ മടിയിൽ ചെന്ന് ഇരുന്നു. അടുത്ത ദിവസം മുതൽ അമ്മയും മകളും പേടിച്ചുപോയി രേണുവിനെ ശല്യപ്പെടുത്തുന്നതേ നിർത്തി. അവരുടെ പണികൾ അവർ നോക്കി. ആ പൂച്ച അന്നു മുതൽ രേണുവിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. ആ മാന്ത്രിക പൂച്ചയുടെ സഹായത്താൽ രേണു ഇപ്പൊ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.